യെസ്, വെൽക്കം ബാക്ക്. ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തത്, ഇത്തിരി കൂടി ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഹോംവർക്ക് ആയി ഉണ്ടായിരുന്നത്. സ്വന്തമായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ പല വർഷങ്ങളിലായിട്ട് പലതവണ വന്നിട്ടുണ്ട്, പല പരീക്ഷകളിലൊക്കെ വന്നിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. ദ മാക്സിമം വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ 1/sin² θ പ്ലസ് 3 sin θ cos θ പ്ലസ് 5 cos² θ ഈസ്. അപ്പൊ ആൻസർ 2 എന്നാണ് വരിക. 2 എന്ന് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 1/sin² θ പ്ലസ് 3 sin θ cos θ പിന്നെ പ്ലസ് 5 cos² θ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷന്റെ എന്താ ചോദിക്കണം? മാക്സിമം വാല്യൂ ചോദിക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഈ ഫംഗ്ഷൻ എന്തോ മാക്സിമം വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടി റെസിപ്രോക്കൽ എടുക്കാൻ പോവാം. ആ റെസിപ്രോക്കലിലെ മിനിമം എവിടെയാ വരുന്നതെന്ന് നോക്കാം. അവിടെ ആയിരിക്കും അതിന് എന്ത് വരുന്നുണ്ടാവുക? മാക്സിമം വരുന്നുണ്ടാവുക എന്നാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ലോജിക്ക് ഇതില്. അപ്പൊ ഡിനോമിനേറ്റർ മാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ട്രീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഡിനോമിനേറ്ററിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നു. എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ ആ ഒറിജിനൽ സാധനത്തിന്റെ മാക്സിമം വാല്യൂ എനിക്ക് കിട്ടും. അതാണ് അതിന്റെ ഐഡിയ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? sin² θ പ്ലസ് 3 sin θ cos θ പ്ലസ് 5 cos² θ എന്ന് കിട്ടി. ഓഫ് കോഴ്സ് ഇത് കണ്ടിട്ട് വലിയ എത്തുമ്പടിയൊന്നും വരുന്നില്ല അല്ലേ? പക്ഷെ ഇതിലെ ട്രിക്ക് എന്താണെന്നറിയോ? ആ sin θ cos θ കാണുമ്പോൾ നമുക്ക് ഇത് ക്യാച്ച് ചെയ്യണം. sin θ cos θ നമുക്ക് sin 2θ/2 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയെങ്കിൽ 2θയുടെ ടേമിലേക്കാണ് പോകാൻ പോകണമെങ്കിൽ ആരുണ്ട്? ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആര് വരും? sin² cos² വരും. കാരണം sin² θ-നെ 1 - cos 2θ/2 എന്നും cos² θ-നെ 1 + cos 2θ/2 എന്നും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. സോ ഇതിലെല്ലാം കൂടെ മാറ്റി എഴുതാൻ പോവാണ് ഞാൻ. ദിസ് ഈസ് 1 - cos 2θ/2. അടുത്ത ടേം 3 × sin 2θ/2. അടുത്ത ടേം 5 × 1 + cos 2θ/2. ഇങ്ങനെ എഴുതുന്നതിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലായോ? ഇപ്പൊ നമുക്ക് കോൺസ്റ്റന്റുകളൊക്കെ പെറുക്കിയെടുക്കാം. കോൺസ്റ്റന്റ് എന്താണ്? ഒരു 1/2 ഉണ്ട്, പിന്നെ ഒരു 5/2 ഉണ്ട്. 1/2 + 5/2 എന്തായി മാറി? 3 എന്ന് കിട്ടി. ഇനി cos 2θയുടെ കോഎഫിഷ്യന്റ് എന്ന് നോക്കാം. cos 2θയുടെ കോഎഫിഷ്യന്റ് അവിടെ ഒരു 5/2 കാണുന്നുണ്ട്, പിന്നെ ഒരു -1/2 കാണുന്നുണ്ട്. അപ്പൊ 2 ആയി. അപ്പൊ 2 cos 2θ എന്ന് കിട്ടി. പിന്നെ 3/2 sin 2θ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അത്രയേ ഉള്ളൂ അത്. അപ്പൊ 3/2 sin 2θ കിട്ടി. ഇനി ഇതിന്റെ മിനിമം ഞാൻ എഴുതാൻ പോവാണ്. അപ്പൊ ഇതിന്റെ മിനിമം ഇപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലല്ലടാ. a cos θ + b sin θ, തീറ്റയ്ക്ക് വരാൻ 2θ എന്ന് മാത്രം, അത്രേ ഉള്ളൂ. യെസ്, അപ്പൊ ഇതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 3 - √2² + 3/2 ആണ്. അപ്പോൾ ദിസ് ഇസ്, നമ്മൾ ഈ സാധനം സിംപ്ലിഫൈ നോക്കാം. √4 + 9/4. അപ്പൊ √16 + 9/4. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/2 എന്ന് വരും. സോ ദിസ് ഇസ് 3 - 5/2 വിച്ച് ഇസ് 1/2 എന്ന് കിട്ടും. ഇതെന്താണ്? നമ്മൾ വേണ്ട സാധനത്തിന്റെ റെസിപ്രോക്കലിന്റെ മിനിമാണ്. അപ്പൊ നമ്മുടെ റിക്വയർഡ് സാധനത്തിന്റെ മാക്സിമം എന്തായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ 2 ആണ് ആൻസർ. കണ്ടോ, IIT ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു, ഒരു ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ ഇനി വേണമെങ്കിൽ ജെയ്മെയിന് അതേപടി ചോദിക്കുകയൊക്കെ ചെയ്യട്ടെ. മുൻ വർഷങ്ങളിൽ IITക്ക് ചോദിച്ച ചോദ്യങ്ങൾ ജെയ്മെയിന് പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ആൻസർ എന്താണ് കിട്ടി? 2 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 2021 ജെയ്മെയിന് ചോദിച്ച ചോദ്യം. The range of the function f of x is equal to log to the base √5 ബ്രാക്കറ്റില് 3 + cos of 3π/4 + x plus cos of π/4 + x plus cos of π/4 - x minus cos of 3π/4 - x എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലോഗ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഭവം നമ്മുടെ ഒരു ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് അതിനെന്ത് ചെയ്യാം? നമ്മൾ ഈ പറഞ്ഞ പോലെ സൈനിന്റെയും കോസിന്റെയും ടേമിലൊക്കെ ആക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. ആൻസർ കിട്ടിയെന്ന് കരുതുന്നു. ആൻസർ ഡോഗ് ആണ്, D ആണ് വന്നിരിക്കുന്നത്. നമുക്കത് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം ലോഗരിതം ഒക്കെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള സാധനത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കാം. 3 + എന്തുണ്ട്? cos of 3π/4 + x ഉണ്ട്. പിന്നെ അതേപോലെ സിമിലർ ആയിട്ടൊരു ടേം ഉണ്ട്, എന്ത്? -cos of 3π/4 - x ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി വേറെ ആരുണ്ട് കൂടെ? cos of π/4 + x ഉണ്ട്. cos of
π/4 പ്ലസ് എക്സ് കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ ആരുണ്ട്? പ്ലസ് കോസ് ഓഫ് π/4 മൈനസ് എക്സും കാണുന്നുണ്ട്. കോസ് ഓഫ് π/4 മൈനസ് എക്സ് കാണുന്നുണ്ട്. ഇനി നോക്കിടാ, ഈ കോസ് ഓഫ് 3π/4 പ്ലസ് എക്സ് മൈനസ് കോസ് ഓഫ് 3π/4 മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് ഓഫ് എ പ്ലസ് ബി, കോസ് ഓഫ് എ പ്ലസ് ബി മൈനസ് കോസ് ഓഫ് എ മൈനസ് ബി ഫോം അല്ലേ? കോസ് ഓഫ് എ പ്ലസ് ബി കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി, കോസ് ഓഫ് എ മൈനസ് ബി കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അപ്പൊ കോസ് എ കോസ് ബി ക്യാൻസൽ ആയി പോയിണ്ടാവും. ഇത് -2 സൈൻ എ സൈൻ ബി ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ ഈ കാണുന്ന സാധനം അത് കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി അല്ലേ? കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി എന്തായിട്ടുണ്ടാവും? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. പിന്നെ അടുത്ത ടേം കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. സൈൻ എ സൈൻ ബി ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. 2 കോസ് എ കോസ് ബി എന്ന് കിട്ടും. അപ്പൊ മൊത്തത്തിൽ തത്വത്തിൽ നമുക്ക് എന്ത് കിട്ടി? 3 ടൈംസ്. ഇനി എന്താ വരാൻ പോണത്? -2 ഇൻറ്റു സൈൻ 3π/4 ഇൻറ്റു സൈൻ എക്സ്. അടുത്ത ടേം വരാൻ പോണത് 2 ഇൻറ്റു കോസ് ഓഫ് π/4 ഇൻറ്റു കോസ് എക്സ് എന്നൊക്കെ കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഇസ് 3 - 2 ഇൻറ്റു സൈൻ 3π/4 എന്ന് പറഞ്ഞ സാധനം 1/√2 ആണ് ടൈംസ് സൈൻ എക്സ് പ്ലസ് 2 ഇൻറ്റു കോസ് π/4 എന്ന് പറഞ്ഞ സാധനം 1/√2 ആണ് ടൈംസ് കോസ് എക്സ് എന്ന് കിട്ടും. അപ്പൊ ദിസ് ഈസ് ഗോയിങ് ടു ബി 3 - 1/√2 സൈൻ എക്സ് പ്ലസ് 1/√2 അല്ല, സോറി, നമുക്കത് √2 ടൈംസ് സൈൻ എക്സ്, √2 ടൈംസ് സൈൻ എക്സ് പ്ലസ് √2 ടൈംസ് കോസ് എക്സ് എന്നാണ് കിട്ടിയത്. ഓക്കെ, ലോഗരിതത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ക്വാണ്ടിറ്റിയാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ലോഗരിതത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് ഇതാ ഇങ്ങനെയാണ് വന്നത്. 3 - √2 സൈൻ എക്സ് പ്ലസ് √2 കോസ് എക്സ് എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ റേഞ്ച് എങ്ങനെ കിട്ടാൻ പോണത്? -√2 √2, അപ്പോൾ √2 + 2 വിത്ത് എ നെഗറ്റീവ് സൈൻ 3 ഉള്ളതുകൊണ്ട് ഇങ്ങനെ. ഇതാണ് ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പർ ലിമിറ്റോ? അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞ സാധനം 3 + √2 + 2. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് 3 - √4 √2. അപ്പോൾ 1 മുതൽ 3 + 2 എന്ന് പറഞ്ഞ സാധനം എന്തായി? അത് 5 ആയി. 1 മുതൽ 5 വരെ. ലോഗരിതം എന്താ എടുത്തിരിക്കണം? ലോഗരിതം ഓഫ് ഇതിനെ g of x എന്ന് വിളിച്ചാൽ ലോഗരിതം ഓഫ് g of x ആണ് നമുക്ക് എടുക്കേണ്ടത് ടു ദ ബേസ് √5. ഓക്കെ, ഇനി ലോഗരിതം ഓഫ് gx ടു ദ ബേസ് √5 ആണ് നമുക്ക് വേണ്ടത്. ലോഗരിതം ഓഫ് സംതിങ് വിച്ച് ഈസ് വേരിയിങ് ബിറ്റ്വീൻ 1 and 5 ആണ്. ബേസ് √5 ആണേ. അപ്പോൾ ബേസ് നോക്കുക, ബേസ് √5 ആ. √5 എന്ന് പറഞ്ഞാൽ 1-നേക്കാൾ വലുതാണ്. അപ്പൊ ഇൻക്രീസിങ് ലോഗരിതമാണ്. ഇൻക്രീസിങ് ലോഗരിതം ആയതുകൊണ്ട് എന്താണ്, നമുക്ക് ഇതിന് റേഞ്ച് കണ്ടുപിടിക്കാൻ അതേ ഓർഡറിൽ തന്നെ നമ്പേഴ്സ് മാപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ log 1 ടു ദ ബേസ് √5 എന്ന് പറഞ്ഞ സാധനം 0 ആണ്. അതുപോലെ ലോഗരിതം ഓഫ് 5 ടു ദ ബേസ് √5 എന്ന് പറഞ്ഞ സാധനം 2 ആണ്. കാരണം √5 സ്ക്വയർ ആണ് 5. അപ്പോൾ ഇത് വേരി ചെയ്യുന്നത് 0-നും 2-നും ഇടയിലാണെന്ന് മനസ്സിലായി. ഇപ്പൊ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ലോഗരിതം വേരി ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അറിയണം. ഇത് ബേസ് >1 ആയ ലോഗരിതം ഇൻക്രീസിങ് ലോഗരിതമാണ്. 1 കൊടുക്കുമ്പോൾ അത് 0-യിലേക്കും 5 കൊടുക്കുമ്പോൾ 2-യിലേക്കുമാണ് പോകുന്നത്. കാരണം log 1 to any valid base is 0. log 5 to the base √5 is 2 because √5 സ്ക്വയർ ആണ് 5 വരുന്നത്. അപ്പോൾ 0 മുതൽ 2 വരെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. യെസ്, ഇപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നല്ലോ. The minimum value of 2 power sin x plus 2 power cos x is. ഇത് JEE 2020 വന്നു. നമ്മുടെ NCERT എക്സാമ്പിൾ പ്രോബ്ലം ബുക്കിൽ ഓൾറെഡി ഉള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആൻസർ കിട്ടിയെന്ന് കരുതുന്നു. ആൻസർ കിട്ടിയവർക്ക് C ആയിരിക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിലെ ലോജിക് എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണഗതിയിലുള്ള ഒരു എക്സ്പ്രഷൻ അല്ല. 2 power sin x plus 2 power cos x ഉണ്ടല്ലോ. ഓക്കെ, ഇതിന് നമ്മൾ FX എന്ന് വിളിച്ചു എന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സാധാരണ ഫോമിലുള്ള ഒരു സംഭവം അല്ല. അപ്പോൾ 2 പവർ സാധാരണ റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഐ എം ഗോയിങ് ടു യൂസ് AM GM ഇനീക്വാലിറ്റി. ഇവിടെ AM GM ഇനീക്വാലിറ്റി ഞാൻ ഉപയോഗിക്കാൻ പോവാ. അപ്പോൾ AM GM ഇനീക്വാലിറ്റി പറയുന്നത് എന്താണെന്ന് അറിയോ? 2 പോസിറ്റീവ് നമ്പർ നമ്മുടെ കയ്യിൽ എയും ബി ഉണ്ടെങ്കിൽ അതിൻ്റെ സമ്മ് എപ്പോഴും >= 2 √AB ആയിരിക്കും. അല്ലെങ്കിൽ a plus b/2 is always greater than or equal to √AB. അഥവാ arithmetic mean of 2 positive numbers is always greater than or equal to their geometric mean.
അപ്പോൾ എന്തിനാണ് ഇവിടെ AMGM ഇനീക്വാളിറ്റി ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഇൻറ്റ്യൂഷൻ നമുക്ക് അവിടെ കിട്ടും. എന്താണെന്ന് വെച്ചാൽ ആദ്യം ക്വസ്റ്റ്യനിൽ നമുക്ക് 2 നമ്പറുകളെ കുറിച്ച് പറയുന്നുണ്ട്, 2 പവർ സൈൻ എക്സും 2 പവർ കോസ് എക്സും. ആ 2 നമ്പറുകൾ പോസിറ്റീവ് നമ്പറാണ്. കാരണം 2 പവർ എനിത്തിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, ഒരിക്കലും 0 നെഗറ്റീവ് ആവില്ല. ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സമ്മിനെ കുറിച്ചാണ് പറയുന്നത്. തേർഡ് തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ എന്താ പറയുന്നത് മിനിമം വാല്യൂ, അതായത് FX ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സംതിങ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഞാൻ ആ 3 കാര്യങ്ങൾ മനസ്സിൽ വരണം. എന്താ പറയുന്നത്, 2 പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, സമ്മിനെ കുറിച്ചാണ് പറയുന്നത്, ആ സമ്മിന്റെ മിനിമം വാല്യൂ അല്ലെങ്കിൽ ആ സമ്മ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം നമ്പർ എന്നാണ് പറയുന്നത്. അപ്പോൾ AMGM ഇനീക്വാളിറ്റി അവിടെ ഉപയോഗിക്കണം എന്നുള്ള ആ ഇൻറ്റ്യൂഷൻ നമുക്ക് വരണം. അല്ലാണ്ട് ഇതൊരു ഫോർമുല, ഒരു തമ്പ് റൂളോ ഒന്നുമില്ല. ഇതിൽ ട്രിക്ക് ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ ഇത് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ത്രൂ പ്രാക്ടീസ് വരേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് സിമ്പിളാണ്. എന്താണ്, 2 പവർ സൈൻ എക്സ് പ്ലസ് 2 പവർ കോസ് എക്സ്, ഇതിനെ നമ്മൾ FX എന്ന് വിളിച്ചല്ലോ. ഈ സാധനം എന്താന്ന് കിട്ടി, ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 പവർ സൈൻ എക്സ് ഇൻറ്റു 2 പവർ കോസ് എക്സ് ആയിട്ട്. ഇനി ഇതൊന്ന് ആലോചിക്കുക, 2 പവർ സൈൻ എക്സ് ഇൻറ്റു 2 പവർ കോസ് എക്സ് എന്ന് പറഞ്ഞ സാധനം 2 പവർ സൈൻ എക്സ് ഇൻറ്റു 2 പവർ കോസ് എക്സ് ആക്ച്വലി എന്താ, 2 പവർ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്, ശരിയല്ലേ? ഇനി റൂട്ട് എടുക്കുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കണേ, റേസ് ടു ഹാഫ് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് ആക്ച്വലി എന്തായി മാറി, ദിസ് ബിക്കംസ് 2 പവർ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ 2 എന്നായി മാറി. ഓഫ് കോഴ്സ് ഒരു 2 ഉണ്ട്, ആ 2 ഞാൻ മിസ്സായി പോയി. ഇവിടെ ഒരു 2 ഉണ്ടല്ലോ, ഈ 2 ഉണ്ട്, ഈ 2 ഇവിടെ എഴുതാനുണ്ട്, സോറി. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കേട്ടോ, ഇവിടെ ഒരു 2 ഉണ്ട്. ഈ 2 പവർ സൈൻ എക്സ് പ്ലസ് 2 പവർ കോസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സംതിങ് ആണ്. ആ RHS ആണ് ഞാൻ പിന്നെ എടുത്ത് എഴുതിയിരിക്കുന്നത്, 2 ടൈംസ് റൂട്ട് ഓവർ 2 പവർ സൈൻ എക്സ് ഇൻറ്റു 2 പവർ കോസ് എക്സ്. 2 പവർ സൈൻ എക്സ് ഇൻറ്റു 2 പവർ കോസ് എക്സ് 2 പവർ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. റൂട്ട് എടുക്കുമ്പോൾ അത് റേസ് ടു ഹാഫ് ആണ്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ടൈംസ് ഹാഫായി മാറി. ഓക്കെ, ഇനി ഇതൊന്നും ആലോചിക്കുക. പിന്നെ ഞാൻ പറയണ ആ ക്വാണ്ടിറ്റി എന്തായി മാറി, 2 ഇൻറ്റു പിന്നെ 2 പവർ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ 2 എന്ന് പറയുന്ന സാധനം എന്തായി, അഗൈൻ 2 പവർ 1 പ്ലസ് സംതിങ് അല്ലേ. അപ്പോൾ ഇതെന്തായി, 2 പവർ 1 പ്ലസ് ഹാഫ് സൈൻ എക്സ് പ്ലസ് ഹാഫ് കോസ് എക്സ് ആയി മാറി ഈ സംഭവം. അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് എന്താണെന്നറിയോ, നമ്മുടെ FX is greater than or equal to 2 പവർ 1 പ്ലസ് ഹാഫ് സൈൻ എക്സ് പ്ലസ് ഹാഫ് കോസ് എക്സ് എന്നാണ് വന്നത്. അപ്പൊ ഇവിടെ ചെയ്ത കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2 നമ്പർ A പ്ലസ് B ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 റൂട്ട് AB ഇതാണ്. 2 ഞാനത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു, അത് തിരിച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, അതിനുശേഷം അവിടെ എക്സ്പോണൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സ്പോണൻസിന്റെ പ്രോപ്പർട്ടീസ് അറിയണം കേട്ടോ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി നമുക്ക് എന്തായി, ഇത് കാണുമ്പോൾ ഒരു പരിചയം തോന്നുന്നുണ്ട് അല്ലേ. 1 പ്ലസ് ഹാഫ് സൈൻ എക്സ് പ്ലസ് ഹാഫ് കോസ് എക്സ്. അപ്പൊ നമുക്ക് FX ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പവർ സംതിങ് കിട്ടി. ആ സംതിങ്ങിന്റെ മിനിമം വാല്യൂ എനിക്ക് കണ്ടുപിടിച്ചൂടെ? യെസ്, അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 പ്ലസ് ഹാഫ് സൈൻ എക്സ് പ്ലസ് ഹാഫ് കോസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതിന്റെ മിനിമം വാല്യൂ എന്താണ്, 1 മൈനസ് റൂട്ട് ഓവർ 1/4 പ്ലസ് 1/4. അഥവാ ഈ സാധനം ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോണത്, 1 മൈനസ് 1/√2 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 പവർ, അതായത് നമ്മുടെ 2 പവർ 1 പ്ലസ് ഹാഫ് സൈൻ എക്സ് പ്ലസ് ഹാഫ് കോസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പവർ 1 മൈനസ് 1/√2 എന്ന് കിട്ടി. അപ്പോൾ ഇതും കൂടി നമുക്ക് ഒരുമിച്ച് നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പവർ 1 പ്ലസ് ഹാഫ് സൈൻ എക്സ് പ്ലസ് ഹാഫ് കോസ് എക്സ് ആണെന്ന് കിട്ടി. 2 പവർ 1 പ്ലസ് ഹാഫ് സൈൻ എക്സ് പ്ലസ് ഹാഫ് കോസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പവർ 1 മൈനസ് 2 പവർ 1 മൈനസ് 1/√2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പവർ 1 മൈനസ് 1/√2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ചോദ്യമാണ്. ഇത് ആക്ച്വൽ മെത്തേഡാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഡായിപ്പിൽ കൂടെ ഒക്കെ കിട്ടും. കാരണം സൈൻ എക്സ് കോസ് എക്സിന്റെ വാല്യൂസ് ഏകദേശം എന്താണ് എടുക്കണേന്നൊക്കെ നോക്കിയിട്ട്
നിങ്ങൾക്ക് ആൻസർ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ എന്താണ്, ഇത് ശരിക്കുള്ള മെത്തേഡ് നമ്മൾ ചെയ്തു. AM GM ഇനീക്വാളിറ്റിയും നമ്മളിപ്പോൾ പഠിച്ച റിസൾട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാണ് ചെയ്തത്. 2 സ്റ്റെപ്പ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആദ്യം 2 പവർ sin x പ്ലസ് 2 പവർ cos x AM GM ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്തു. 2 പവർ സംതിങ് കിട്ടി. ആ സംതിങ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി പരിചയമുള്ള ഫോമിലാണ്. അതിൻ്റെ മിനിമം വാല്യൂ പിന്നെ കണ്ടുപിടിച്ചു. അപ്പം മൊത്തത്തിലുള്ള FXന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2 പവർ ആ സംതിങ്ങിന്റെ മിനിമം വാല്യൂ, അഥവാ 2 പവർ 1 - 1/√2 ആണ് കിട്ടി. ഓക്കെ, അപ്പം നമ്മളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു തവണ കൂടി ചെയ്ത് നോക്കുക. കാരണം ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനിയും കൂടുതൽ ക്ലാസ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ആള് കാണാനുണ്ടെങ്കിൽ കൂടുതൽ ക്ലാസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ see you.